സുഹൃത്തുക്കളെ, അല്പം ബൈബിൾ വായനയാവാം. കാരണം നമ്മുടെ നാട്ടിലെ യുക്തിവാദികളൊക്കെ ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇസ്ലാമാണ് ഭീകരം, ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ വളരെ നല്ലവരാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ചെറിയ ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. നമ്മൾ ബാലൻസ് ചെയ്യണം. ഇനിയിപ്പോൾ എവിടെയാണോ പൊങ്ങി നിൽക്കുന്ന അവിടെ അത് വെട്ടിയിട്ട് പരപ്പാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ചിലരിങ്ങനെ പൊങ്ങുന്നുണ്ടോ ഇടയിൽ കൂടി എന്നുള്ളൊരു സംശയമുള്ളത് കൊണ്ടാണ് ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ച്. നടക്കുമെന്നറിയില്ല, നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ബൈബിൾ വായിക്കാം. മത്തായി 15:22, 15-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ വചനം. മത്തായി, പുതിയ നിയമമാണ്. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോടെന്ന് പറഞ്ഞാൽ യേശുവിനോട്, കർത്താവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നിയണമേ, നിന്റെ മക്കൾക്ക് ബോധോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. അപ്പം 23 അവൻ അവളോട് ഒരു വാക്കുത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്കെ വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞേക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ഇതൊരു സ്ത്രീ മിണ്ടാതെ ഇരിക്കുകയാണ്. മറ്റേ ക്രിസ്ത്യാനികളുടെ ദൈവം, അതിന് അവൾ നമ്മുടെ ആൾക്കാരല്ലല്ലോ, നമ്മുടെ ജാതിയല്ലല്ലോ, വേറെ ജാതിയല്ലേ. അവൻ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നവൻ ഉത്തരം പറഞ്ഞു. കണ്ട തെണ്ടികളെയൊക്കെ നന്നാക്കാൻ നടക്കലല്ലോ എൻ്റെ പണി, നമ്മുടെ ജാതിക്കാരെ നന്നാക്കുക എന്നുള്ളതാണ് തൻ്റെ പണി എന്നാണ് ജൂതന്മാരില്ലാത്ത കുറേ മലയാളികളൊക്കെ, മലയാളത്തിലാണല്ലോ പറയുന്നത്, കുറേ മലയാളി ക്രിസ്ത്യൻ പൊട്ടന്മാർ ആരാധിക്കുന്ന യേശു പറഞ്ഞു. മാറികൾ ഇനി പറയുന്നതാണ് ഈ പൊട്ടന്മാർ കേൾക്കേണ്ടത്. ഇവരുടെ ദൈവേ വെറുതെ അല്ല ജൂതന്മാരെ തന്നെ പിടിച്ചിട്ട് കുരിശിക്കയറ്റി എന്നാണ് പറഞ്ഞത്. ഇമാതിരി വർത്തമാനമൊക്കെ പറഞ്ഞ് ആരും കുരിശിക്കയറ്റാതിരിക്കുമോ? പക്ഷെ നമ്മളതൊന്നും പാടില്ല. നമ്മൾ ആധുനിക സമൂഹരാണ്. ഇത്രയും ഇങ്ങനെയുള്ള നാറിത്തരം പറഞ്ഞാലും അവനെ തല്ലിക്കൊല്ലുക, കുരിശിക്കയറ്റുക എന്നുള്ളതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അഹിംസയാണ്, ഗാന്ധിജിയുടെ ആൾക്കാരാണ്. നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ്. അഹിംസ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആത്മസംയമനം പാലിക്കണം. എന്നാലും അവൾ പറഞ്ഞു, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ട് തൊഴുതു കുനിഞ്ഞു. ഈ കുനിയലാണല്ലോ, കുനിഞ്ഞു നമസ്കരിച്ചു. അപ്പോൾ യേശുവിന് ചൂടായി. അവൻ മക്കളുടെ അപ്പെടുത്ത് നായക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. അത് കേട്ടിട്ട് ജൂതയായ ആ സ്ത്രീ പറഞ്ഞു, അത്രയും നാണം കെട്ട, നമ്മുടെ നാട്ടിലെ ഇതുപോലത്തെ നാണം കെട്ടവരാണ്, അഭിമാന ബോധമില്ലാത്തവരാണ് ക്രിസ്ത്യാനികൾ. ഇത്രയും തരംതാണ ലോ ലെവൽ ആളുകൾ. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു യേശുവിനോട്, ഞാൻ ദൈവം എന്ന് പറഞ്ഞാൽ ഇമാതിരി വൃത്തിയായിട്ട വർത്തമാനം പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. അതിന് അവൾ, അതായത് നമ്മുടെ ക്രിസ്ത്യാനികളെ പോലെയുള്ള ഒരു ക്രിസ്ത്യാനിയാണ് അത്, അജൂതയായ. ഇപ്പം നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളൊന്നും ജൂതന്മാരല്ലല്ലോ. അതെ, കർത്താവേ, നായക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നിന്ദ്യം. സ്വയം നായയായിട്ട്, നായ നല്ലൊരു ജീവിയാട്ടോ, പക്ഷേ ഈ ബൈബിളിൽ പറയുന്ന ആ സാഹചര്യം പറയുന്ന നായ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ എന്ത് പറഞ്ഞാലും, ആട്ടിയാലും ചവിട്ടിയാലും ഒന്ന് പറഞ്ഞാലും പിന്നാലെ നടക്കുന്ന ഒരു തീരെ വിവരമില്ലാത്ത, ആത്മബോധമില്ലാത്ത ഒരു സാധനം. അതിനാണ് നായകൾ എന്ന് ബൈബിളിൽ ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. മനുഷ്യനെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനം വേണം. ഒരു സ്ഥലത്ത് മാത്രം ബഹുമാനമാകുമ്പോഴാണ് നായ ലെവലിൽ ലോയാലിറ്റി, ആ വിധേയത്വം വരുന്നത്. അങ്ങനെ ജൂതന്മാരോട് വിധേയപ്പെട്ട കുറേ നായകൾ, ഇത് ബൈബിളിൻ്റെ ഭാഷയിലാട്ടോ പറയുന്നത്, നമ്മുടെ നാട്ടിലും ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നുണ്ട് അല്ലേ? ബൈബിളിൻ്റെ ഇത് പറയുമ്പോൾ എന്താണ്, ഒരു മനുഷ്യൻ, ഒരു ക്രിസ്ത്യാനി ഞാൻ നായയാണ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ മുന്നിൽ നമസ്കരിച്ചാലേ അവന് ക്രിസ്ത്യാനിയാവുകയുള്ളൂ.
അപ്പോൾ സ്വയം നായകളാണെന്ന് പറയുന്നവരെ നായകളെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. യേശു അവളോട് പറഞ്ഞു, ഓക്കെ, നായണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ കുട്ടിയുടെ അസുഖം മാറിയെന്നാണ് പറയുന്നത്. സ്വയം നായയാണെന്ന് അംഗീകരിക്കുന്ന നായകൾ. അപ്പോൾ ഇതാണ് ബൈബിൾ. അപ്പോൾ കേട്ട എല്ലാവർക്കും നന്ദി. ഇത് മത്തായിയിലാണ് 15:26 നായക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറയുന്നത്. പിന്നെ ഇത് പറയുന്ന വാക്കുകൾ 24, 28, 29 ഉണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ എടുത്ത് വായിച്ച് നോക്കിയാൽ അറിയാം. ക്രിസ്ത്യാനികൾക്കൊക്കെ അറിയായിരിക്കും, കാരണം അവരൊക്കെ സ്വയം നായകളായിട്ട് അംഗീകരിച്ച സ്ഥിതിക്ക് അപ്പോൾ ഇത് മറ്റുള്ളവരോട് വിളിച്ചു പറയണം. അപ്പോൾ ഇങ്ങനെ സ്വയം നായകളായിട്ട് നടക്കുന്ന ആളുകളാണ് ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് അഭിമാനമായിരിക്കാം, പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല. അപ്പോൾ ശരി.